2018 ശബരിമല സ്ത്രീ പ്രവേശന വിവാദവും പിന്നീട് ഉയർന്ന സ്വർണ്ണക്കടത്ത് കേസും കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ സർക്കാരിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയ രണ്ട് വിഷയങ്ങൾ. വിശ്വാസവും രാഷ്ട്രീയവും, ഭരണവും ആരോപണങ്ങളും ചേർന്ന് ഈ രണ്ട് സംഭവങ്ങളും ഇന്ന് കേരള ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് ശബരിമലയിൽ നിന്ന് സ്വർണ്ണക്കടത്തിലേക്ക് എത്തിയ ആ രാഷ്ട്രീയ യാത്രയെ കുറിച്ചാണ്. 2018 സെപ്റ്റംബർ സുപ്രീം കോടതി ചരിത്രപരമായ ഒരു വിധി പുറപ്പെടുവിച്ചു. എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകൾക്കും ശബരിമലയിൽ പ്രവേശിക്കാമെന്ന് കോടതി പറഞ്ഞു. ഭരണഘടനാ അവകാശവും സമത്വവും മുൻനിർത്തിയായിരുന്നു ആ വിധി. പക്ഷേ കേരളത്തിൽ അതൊരു സാധാരണ കോടതി വിധിയല്ലായിരുന്നു. അത് വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും വലിയ സംഘർഷമായി മാറി. അന്ന് ഇടതുപക്ഷ സർക്കാർ പറഞ്ഞത് വ്യക്തമായിരുന്നു: കോടതി വിധി നടപ്പാക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറന്ന നിലപാടെടുത്തു. എന്നാൽ അതിനെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് ഉയർന്നത്. ശബരിമലയിലേക്ക് സ്ത്രീകൾ എത്താൻ ശ്രമിച്ചപ്പോൾ സംസ്ഥാനമൊട്ടാകെ സമരങ്ങളും ഹർത്താലുകളും നടന്നു. വിശ്വാസികൾ പറഞ്ഞത് ഇത് ആചാര ലംഘനമാണെന്നാണ്. സർക്കാർ പറഞ്ഞത് നിയമം പാലിക്കുകയാണ് തങ്ങളുടെ ഉത്തരവാദിത്തമെന്ന്. അതോടെ കേരളം രണ്ട് പക്ഷങ്ങളായി പിരിഞ്ഞു. ഒരു വശത്ത് നവോത്ഥാന രാഷ്ട്രീയം, മറുവശത്ത് വിശ്വാസ സംരക്ഷണ പോരാട്ടം. ആ സമയത്ത് നടന്ന വനിതാ മതിൽ പോലെയുള്ള പരിപാടികൾ ഇടതുപക്ഷം സാമൂഹിക നവോത്ഥാനത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ചു. പക്ഷേ വിമർശകർ ആരോപിച്ചത് മറ്റൊന്നായിരുന്നു: വിശ്വാസികളോട് സർക്കാർ ഏറ്റുമുട്ടുകയാണെന്ന്. അതിന്റെ രാഷ്ട്രീയ പ്രതിഫലനം വളരെ വലുതായിരുന്നു. ശബരിമല വിഷയം കേരള രാഷ്ട്രീയത്തിന്റെ കേന്ദ്രമായി മാറി. പ്രത്യേകിച്ച് ഹിന്ദു വോട്ടർമാരിൽ വലിയ ചർച്ചയായി അത് മാറി. എന്നാൽ അതിനു പിന്നാലെ വന്ന മറ്റൊരു സംഭവം സർക്കാരിനെ വീണ്ടും പ്രതിരോധത്തിലാക്കി. 2020 പുറത്തു വന്ന സ്വർണ്ണക്കടത്ത് കേസ്. തിരുവനന്തപുരം വിമാനത്താവളം വഴി ഡിപ്ലോമാറ്റിക് ബാഗേജ് ഉപയോഗിച്ച് സ്വർണം കടത്തിയെന്ന ആരോപണം രാജ്യമൊട്ടാകെ വാർത്തയായി. ഈ കേസിൽ സ്വപ്ന സുരേഷ് എന്ന പേരും കേരളം മുഴുവൻ കേട്ടു. പിന്നാലെ നിരവധി ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ ബന്ധങ്ങളും ചർച്ചയായി. പ്രതിപക്ഷം ശക്തമായി ആരോപിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുള്ളവർക്ക് കേസിൽ പങ്കുണ്ടെന്ന്. സർക്കാരിനെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് ഉണ്ടായത്. ഇടതുപക്ഷ സർക്കാർ ഇതെല്ലാം രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് പറഞ്ഞു. അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനാണ് ശ്രമമെന്നായി അവരുടെ വാദം. പക്ഷെ ജനങ്ങൾക്കിടയിൽ ഒരു വലിയ ചോദ്യം ഉണ്ടായി: ശബരിമലയിൽ വിശ്വാസത്തെ ബാധിച്ച വിവാദം, പിന്നെ സ്വർണ്ണക്കടത്തിൽ ഭരണവിശ്വാസത്തെ ചോദ്യം ചെയ്ത ആരോപണം. ഈ രണ്ട് സംഭവങ്ങളും സർക്കാരിന്റെ ഇമേജിനെ എത്രത്തോളം ബാധിച്ചു? ഒരു വശത്ത് പുരോഗമന രാഷ്ട്രീയം പറഞ്ഞ സർക്കാർ, മറുവശത്ത് വിശ്വാസ രാഷ്ട്രീയത്തിലും അഴിമതി ആരോപണങ്ങളിലും പ്രതിരോധത്തിലായ ഭരണകൂടം. ഇതെല്ലാം ചേർന്നപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നായി ഈ കാലഘട്ടം മാറി. ശബരിമല വിഷയം ഇന്നും വികാരമാണ്. സ്വർണ്ണക്കടത്ത് കേസ് ഇന്നും രാഷ്ട്രീയ ആയുധമാണ്. പക്ഷെ ഈ രണ്ട് സംഭവങ്ങളും ഒരുപാട് കാര്യങ്ങൾ കേരളത്തെ പഠിപ്പിച്ചു. വിശ്വാസ വിഷയങ്ങൾ എത്ര വേഗത്തിൽ രാഷ്ട്രീയമായി മാറാം, ഭരണത്തിനെതിരായ ആരോപണങ്ങൾ എത്ര വലിയ പ്രതിഫലനം ഉണ്ടാക്കാം. അതിലും പ്രധാനമായി കേരള രാഷ്ട്രീയം ഒരിക്കലും ഒരേയൊരു വിഷയത്തിൽ മാത്രം നിൽക്കില്ല എന്ന സത്യവും.